കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ഭാര്യ ഭർത്തൃ കലഹം. ഇന്ന് സാധാരണയായി കണ്ടുവരുന്നൊരു കാര്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം. അതിനൊരു പ്രതിവിധിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അതേപോലെ തന്നെ ഞാൻ പറയുന്ന വഴിപാടുകൾ ക്ഷേത്രത്തിങ്കൽ ചെയ്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് 100% കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യതയില്ലാത്ത കലഹങ്ങൾ ഉണ്ടാകുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ പ്രേമ വിവാഹങ്ങൾ. ഇതിനൊക്കെ ആയുസ് കുറവാണ്. പെട്ടെന്ന് ഉള്ള ഒരു ആകർഷണത പേരിലായിരിക്കും മിക്കവരും പ്രേമിച്ച് വിവാഹം നടത്തുന്നത്. ജീവിതത്തോട് അടുക്കുമ്പോഴാണ് ഈ മറ്റ് വിഷയങ്ങളൊക്കെ പൊന്തി വരുന്നത്. അപ്പോഴാണ് ഈ വിവാഹങ്ങൾ, ഈ പ്രേമിച്ചുള്ള വിവാഹമൊക്കെ അത് അല്പായുസുകളായിട്ട് മാറിപ്പോകുന്നത്. അതിനൊക്കെ ആയുസ് കുറവായിട്ട് വരുന്നു. പെട്ടെന്നുള്ള ഒരു ആകർഷണതയിൽ എടുത്തിയാടി ചെയ്യുന്ന കാര്യങ്ങളാണ് ചില. അപ്പം അങ്ങനെയുള്ള വിവാഹങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അവിടെ ഭാര്യ ഭർത്തൃ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. മറ്റെന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് വിവാഹമാണെങ്കിൽ തന്നെയും അവിടെയും സ്വാഭാവികമായി കലഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇല്ലെന്നല്ല പറയുന്നത്, തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയുണ്ടാണ്? ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ വരെ കാണാത്ത ആൾക്കാർ ഒരു ദിവസം ബന്ധുക്കളായി മാറിയാണ്, ഇല്ലേ? അവരെ അങ്ങനെയുള്ളവരാണോ എന്താണെന്നോ അവരെ പറ്റി അറിയാനായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ ഒക്കെ ഒരു ദിവസം ബന്ധുക്കളായി മാറിയാണ് ഈ വിവാഹത്തോടു കൂടി. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കുറച്ച് കഴിയുമ്പോൾ കലഹങ്ങൾ വരും. ഈ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള കൂടിച്ചേരൽ മാത്രമല്ല വിവാഹം എന്ന് പറയുന്നത്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്, ഇല്ലേ? ഒരു വിവാഹത്തോടെ അന്യരായി നിന്നിരുന്ന രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ച് ഒരു സുപ്രഭാതത്തിൽ സ്വന്തക്കാരും ബന്ധുക്കാരായി മാറിയാണ്. കുറച്ച് കഴിയുമ്പോഴാണ് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നൽ ചിലവർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഒരു വീട്ടുകാർ പറയുമ്പോൾ മറ്റേ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും, ആ വീട്ടുകാർ വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ മറ്റേ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെയുള്ള കുടുംബ കലഹങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ പല കുടുംബങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്നാണ് ഭാര്യ ഭർത്തൃ കലഹങ്ങളും ഇങ്ങനെ പൊന്തി വരുന്നത്. അപ്പൊ അതിനുള്ള പരിഹാരമായിട്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. ഞാൻ മുൻപൊരു വിഷയത്തിൽ ഇത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, കുടുംബകലഹങ്ങളായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വീണ്ടും ഞാൻ ഇവിടെ ഇത് പറയുന്നു. ഗണപതിക്ക് മന്ത്രാർച്ചന നടത്തണം. ഐക്യമത്യ മന്ത്രാർച്ചന ഗണപതിക്ക്, ഐക്യമത്യ മന്ത്രാർച്ചന ഹോമം ഗണപതിക്ക് 3 മാസം അടുപ്പിച്ച് നടത്തണം. ഈ ഭാര്യ ഭർത്തൃ കലഹങ്ങൾ ഉള്ള ഭാര്യയും ഭർത്താവും 3 മാസം അടുപ്പിച്ച് ഐക്യമത്യ സൂക്തം കൊണ്ട് മന്ത്രാർച്ചന ഗണപതിക്ക് നടത്തിയാൽ അതിന് ഒരു പരിഹാരമാവും. അവിടെ അതോടൊപ്പം തന്നെ ഒരു ഭഗവതി സേവയും 3 പൗർണമി നാളിൽ 3 ഭഗവതി സേവയും ഈ ഗണപതി ഹോമത്തോടൊപ്പം ചെയ്താൽ തീർച്ചയായിട്ടും ദേവതാപ്രീതി നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ ആ കലഹങ്ങൾ മാറിക്കിട്ടും. അപ്പൊ ഗണപതിക്ക് ഐക്യമന്ത്ര സൂക്തം കൊണ്ട് മന്ത്രാർച്ചന നടത്തി ഹോമവും നടത്തിയാൽ വൈകിട്ട് പൗർണമി നാളിൽ ചെയ്യേണ്ട കാര്യമാണ്.
3 പൗർണമി നാളിൽ അടുപ്പിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദുരിതത്തിന് മോചനം ഉണ്ടാവും. ഇനി ഞാൻ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതും കൂടി നിങ്ങൾ ചെയ്യണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ: ഓം ശിവശക്തി ഐക്യരൂപിണിയേ നമ. എന്താണ്? ഓം ശിവശക്തി ഐക്യരൂപിണിയേ നമ എന്ന് 108 പ്രാവശ്യം സന്ധ്യാവിളക്ക് വെച്ച് ചൊല്ലണം. സന്ധ്യാനാമം ചൊല്ലണ കൂട്ടത്തില് ഈ മന്ത്രവും കൂടി നിങ്ങൾ ചൊല്ലണം. ഓം ശിവശക്തി ഐക്യരൂപിണിയേ നമ. അതുകൂടാതെ വീട്ടിൽ വിളക്ക് വെച്ച് സന്ധ്യാനാമം ചൊല്ലണ കൂട്ടത്തിൽ 7 വെള്ളിയാഴ്ച അടുപ്പിച്ച് ലളിത സഹസ്രനാമം ചൊല്ലണം. 7 വെള്ളിയാഴ്ച അടുപ്പിച്ച്. എല്ലാ ദിവസവും ചൊല്ലാമെങ്കിൽ അത്രയും നല്ലത്. 7 വെള്ളിയാഴ്ച അടുപ്പിച്ച് ലളിത സഹസ്രനാമം വീട്ടിൽ ചൊല്ലണം. അതുകൂടാതെ 7 വെള്ളിയാഴ്ച കുളിച്ചു തൊഴുത് ദേവീക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ നടത്തണം. ഉമാമഹേശ്വര പൂജയാകുമ്പോൾ ഇത്തിരി പൈസ കൂടുതലാവും. അല്ലെങ്കിൽ ഉമാമഹേശ്വര പുഷ്പാഞ്ജലി നടത്തിയാലും മതി. ഈ പൈസ ബുദ്ധിമുട്ടുള്ളവർ പുഷ്പാഞ്ജലി ആക്കാം. അപ്പം 7 വെള്ളിയാഴ്ച ഉമാമഹേശ്വര പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ അതുകൂടി നടത്തിയാൽ നിങ്ങളുടെ ഭാര്യ ഭർത്തൃ കലഹം മാറിക്കിട്ടും. അനുഭവസ്ഥർ ഒരുപാടുണ്ട്. അപ്പം കുടുംബ കലഹങ്ങൾ എന്നുള്ള ഈ ജ്യോതിഷ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ മറ്റൊരു ജ്യോതിഷ വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ നന്ദി, നമസ്കാരം.